രാജാജി കോളനിയില് ഫസ്റ്റ് സ്ട്രീറ്റ്, വലത്തോട്ട് തിരിഞ്ഞാൽ 4ാമത്തെ വീട്. ആര്യ സതീഷ് അവിടെ ഉണ്ടാവും. ഇൻഫോർമേഷൻ കറക്റ്റ് അല്ലേ? താനെന്താ ബ്രഹ്മം കണ്ടതുപോലെ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അതിഥിയായിട്ട് വന്നവരെ അകത്തോട്ട് ക്ഷണിക്കണം എന്നുള്ളത് ഈ വീട്ടിലുള്ളവർക്ക് അറിയില്ലേ? സോറി, കേറി വരൂ. അമ്മയെ വിളിക്കും. സാർ അകത്തേക്കിരിക്കും. നൈസ് ആംബിയൻസ്. മുറ്റത്തൊരു മാവ്, മാവിന്റെ ചുവട്ടിലൊരു വീട്, വീട്ടിനുള്ളിലാണെങ്കിൽ ഒരു പൂവ്. സോറി, ഒരു പൂവ് കൂടെ ആകാമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതാ. ഈ ഒരു മുല്ലപ്പൂവൊക്കെ. അല്ല, കേട്ടിട്ടില്ലേ മുല്ലവള്ളിയും തേന്മാവും? പണ്ട് കാളിദാസന്റെ ശാകുന്തളത്തിൽ. അതെ, കാളിദാസനും ശാകുന്തളും ഒക്കെ അവിടെ ഇരിക്കട്ടെ. സാറ് വന്ന കാര്യം പറ. ഞാനത് പറഞ്ഞില്ല അല്ലേ? എന്നാ പിന്നെ പറഞ്ഞു കളയാം. അതെ, ഇയാളുടെ ഈ കാലിനെന്ത് പറ്റി? അല്ല, ജന്മന എങ്ങനെയാണോ അതോ എന്തെങ്കിലും അപകടം പറ്റിയിട്ട്? അയ്യോ സോറി, ഞാൻ തന്നെ ഡിസ്റ്റർബ് ചെയ്യാനോ വേദനിപ്പിക്കാനോ വേണ്ടി ചോദിച്ചതല്ല. തന്റെ ഒരു അവസ്ഥ കണ്ടപ്പോ കാര്യങ്ങളൊന്നും അറിയാന്ന് വിചാരിച്ച് ചോദിച്ചതാ. ആരാ മോളെ ഇത്? അമ്മായി ഇത്. അപ്പൊ അമ്മയല്ല, അമ്മായിയാണല്ലേ? അമ്മായി, ഞാൻ സാരഥി, പാർത്ഥസാരഥി എന്നാ മുഴുവൻ പേര്. ഈ ഹെർക്കുലിസ് ജിമ്മിന്റെ പ്രൊപ്പറേറ്റർ കം ട്രെയിനർ കം ജീവാത്മാവ് കം പരമാത്മാവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ജീവാത്മാവും പരമാത്മാവോ? അയ്യോ അമ്മായി, ഞാൻ ഉദ്ദേശിച്ചത് ഈ ഹെർക്കുലിസ് ജിമ്മിന്റെ ഓൾ ഇൻ ഓൾ ഞാനാണെന്നാ. പ്രൊപ്പറേറ്റർ കം ട്രെയിനർ.